ക്ലാസ് 7 സ്റ്റേറ്റ് സിലബസിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ മിഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്ന ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. 2 വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം വേണം ഇത് കാണാൻ. ഇത് നമ്മൾ പേജ് നമ്പർ 12 തൊട്ടാണ് ഇനി പറഞ്ഞു പോകുന്നത്. ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ, അതായത് മുഗളന്മാരുടെ ഭരണരീതിയാണ്. Let us see the measures adopted for administrative convenience during the Mughal period. അതായത് മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായിട്ട് സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു എന്നാണ് ഇതിൽ ഈ ചാർട്ടിൽ പിക്ചറിൽ പറയുന്നത്. മുഗൾ കിങ്ഡം അതിനെ പലതായിട്ട് തരംതിരിച്ചിരുന്നു. അതായത് സുബ, സർക്കാർ, പർഗാന, ഗ്രാമ, ഈ ഇത്രയും പാർട്സായിട്ട് ഭരണം സുഗമമായി നടക്കാൻ വേണ്ടിയിട്ട് തരംതിരിച്ചിരുന്നു. It was during Akbar's regime in Mughal rule that such an administrative order structure was effectively formed. അതായത് ഈ മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം, അതായത് ഘടന, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. The emperor was the sovereign authority of the country, the commander-in-chief, the lawmaker and the supreme judge. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിർമ്മാതാവും എല്ലാം അതുപോലെ തന്നെ അന്തിമ ന്യായാധിപനും എല്ലാം ചക്രവർത്തി തന്നെയായിരുന്നു. ഡ്യൂറിങ് ദ മുഗൾ പീരിയഡ് ദർ വാസ് നോ സെപ്പറേറ്റ് കോർട്സ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആസ് ടുഡേ. അതായത് മുഗൾ കാലഘട്ടത്തിലാണ് ഇന്നത്തെ പോലെ നീതിന്യായ നിർവഹണത്തിനായിട്ട് പ്രത്യേകതരം കോടതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റീഡ് പകരം എന്താ ഉണ്ടായിരുന്നത്? ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ഖാസി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ ആരാ ഇതൊക്കെ നോക്കി നടത്തിയിരുന്നത്? തദ്ദേശീയരായ മതപണ്ഡിതരാണ്. അത് ഖാസിമാർ എന്ന് പറയും അവരാണ് ഈ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നതെല്ലാം ഇവരാണ്. Those who were dissatisfied with this decision had the opportunity to complain directly to the emperor. അപ്പോൾ അവരുടെ ആ ഒരു തീർപ്പിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അവരുടെ ആ തീരുമാനത്തിൽ അസംതൃപ്തി ഉള്ളവർ ചക്രവർത്തിയോട് എന്ത് ചെയ്യണം? എംപററിനോട് നേരിട്ട് പരാതി പറയാൻ അവർക്ക് അവസരം ഉണ്ടായിരുന്നു. മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വെർ അപ്പോയിൻറ്റഡ് ടു അഡ്വൈസ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അതുപോലെ ഈ ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായിട്ട് മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും എല്ലാം നിയമിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പേജ് നമ്പർ 13, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, അതായത് സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. യൂറോപ്യൻ ട്രാവലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹു വിസിറ്റഡ് ഇന്ത്യ അറ്റ് ദ ടൈം റെക്കോർഡഡ് അബൌട്ട് ദ സൊസൈറ്റി ഡ്യൂറിങ് ദ മുഗൾ റൂൾ. അതായത് ഈ മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്ന യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. അതായത് ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. അതായത് സമൂഹത്തെ തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു അന്ന്. നെക്സ്റ്റ് പേജ് നമ്പർ 14, ദ കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. അതായത് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. അതായത് ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെർ ഫാർമേഴ്സ്. രാജ്യത്തെ ജനങ്ങൾ ഭൂരിഭാഗവും ആരായിരുന്നു? കർഷകരായിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമോങ് ദം. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. അതായത് ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. Tavernier, a French traveler who visited India during the Mughal period, recorded the social conditions and lifestyle of the people at that time. അതായത് ഈ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. There existed wide differences in the way of life, food habits, clothing of people from place to place. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ അന്നുണ്ടായിരുന്നു. ബാബർ ഇൻ ഹിസ് മെമ്മറീസ് റെക്കോർഡഡ് ദ ലേബർ സിസ്റ്റം ആൻഡ് കാസ്റ്റ് സിസ്റ്റം പ്രിവെയിലൻ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദോസ് ഡേയ്സ്. ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും അതുപോലെ ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
ഇൻക്രീസ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, ആക്സിലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. അതായത് കാർഷിക രംഗത്തെ ഉൽപ്പാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. അപ്പം വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വർ ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. തുണിത്തരങ്ങൾ, അതുപോലെ മസ്ലിൻ, പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതായത് ജലഗതാഗതം കാര്യമായ പുരോഗതി അന്ന് കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ദ മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരീഡ് വർ ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര എക്സെട്ര. അതായത് പ്രധാന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു അന്നത്തെ? ധാക്ക, മൂർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വളരെ പ്രധാനപ്പെട്ട മേജർ സിറ്റീസ്. ഹാവ് യു നോട്ടീസ് ദ പിക്ചർ? അതായത് ആ ചിത്രം ശ്രദ്ധിച്ചുവല്ലോ. ദിസ് ഈസ് ദ ഫ്രണ്ട് കവർ ഓഫ് ദ മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദ മുഗൾ ഇറ. അതായത് മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറം ചട്ടയുടെ ചിത്രമാണ് നിങ്ങൾ ആ കാണുന്നത്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദാരാ ഷുക്കോ, ദ സൺ ഓഫ് ദ മുഗൾ റൂളർ ഷാജഹാൻ. അപ്പോൾ എന്താ, മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദ മുഗൾസ് ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. അപ്പോൾ എന്താ, മുഗൾ വംശക്കാർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്. സച്ച് ബ്ലെൻഡിങ് ഓഫ് കൾച്ചർ ടു പ്ലേസ് ഇൻ മെനി റീജിയൻസ്. അതായത് ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നിരുന്നു. Let us have a look at some examples of such cultural integration. അപ്പോൾ അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ദ താജ് മഹൽ, ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ദ ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് പേർഷ്യൻ സ്റ്റൈൽ ബ്രോഡ് ഹിയർ ബൈ ദ മുഗൾസ്. അതായത് താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. ഉറുദു, എ ന്യൂ ലാംഗ്വേജ്, വാസ് ഓൾസോ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതായത് പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. The Mughal era witnessed similar types of integration in all walks of life. അതായത് മുഗൾ ഭരണകാലത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിൻ്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത ക്ലാസ്സിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക്